വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്കുരൽ. നമ്മുടെ ആപ്ലിക്കേഷൻ ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വെബ് സെർവർ ഏത് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ഏത് URL നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാലും ഒരേ റെസ്പോൺസ് ആയിരിക്കും തരുന്നത്. ഹലോ ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു സെയിം റെസ്പോൺസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓരോ URL-അനുസരിച്ച്, അതായത് URL പാത്ത് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് കസ്റ്റമൈസ് ചെയ്യണം. അതായത് നമുക്കൊരു റൗട്ടിംഗ് മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. റൗട്ടിംഗ് മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളെ റിക്വസ്റ്റിലുള്ള URL ഐഡന്റിഫൈ ചെയ്യണം. ആ URL നമുക്ക് ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പാർസ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ഒബ്ജക്റ്റ് ആക്കി മാറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ Node.jsന്റെ ബിൽറ്റ് ഇൻ മൊഡ്യൂൾ ആയിട്ടുള്ള URL നമ്മൾ റിക്വയർ ചെയ്യണം. കോൺസ്റ്റ് URL റിക്വയർ URL. ഇനി നമുക്ക് നമ്മുടെ വെബ് സെർവറിന്റെ ആ ഒരു ക്രിയേറ്റ് സെർവറിന്റെ അനോണിമസ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് റിക്വസ്റ്റിന്റെ URL ആക്സസ് ചെയ്യാം. അതായത് ഈ റിക്വസ്റ്റ് നിങ്ങൾ കൺസോൾ ലോഗ് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒബ്ജക്ട്സ് ആ റിക്വസ്റ്റ് ഒബ്ജക്റ്റിനുള്ളിൽ കാണാൻ പറ്റും. അതിലൊന്നാണ് നമ്മുടെ request.url. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പാർസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റ് പാർസ്ഡ് URL ഈക്വൽ ടു നമ്മൾ URL മൊഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള URL മൊഡ്യൂളിൽ പാർസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിലേക്ക് നമ്മളുടെ റിക്വസ്റ്റിൻ്റെ URL പാസ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതേപോലെ കൊറി പാരാമീറ്റേഴ്സ്, അതായത് പാർസ് കൊറി സ്ട്രിങ് ഒക്കെ പാർസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രൂ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് കൂടെ പാസ് ചെയ്യണം. ഇനി നമുക്ക് ഈ പാർസ്ഡ് URL എന്താണ് കിട്ടിയെന്നുള്ളത് നമുക്ക് ജസ്റ്റ് റെസ്പോൺസിൽ എൻഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ കോഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ റൺ ചെയ്തതിന് ശേഷം ഈ ചേഞ്ച് നമ്മൾ ബ്രൗസർ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം സെർവർ നേരത്തെ റൺ ചെയ്ത ആ ഒരു കോഡിലാണ് ഇപ്പോൾ ഉണ്ടാവുള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെർവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട്, അതായത് Ctrl+C അടിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തു. റീഫ്രഷ് ചെയ്ത സമയത്ത് എനിക്ക് എന്തോ എറർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ എറർ എന്താണെന്നത് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സൈറ്റ് കാൺ ബി റീച്ച്ഡ് ഇങ്ങനെയുള്ള നമ്മൾ ആക്സസിബിലിറ്റി ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? നമ്മൾ ആ ഒരു എറർ ലോഗ് ചെക്ക് ചെയ്യണം. എവിടെയാണ് നമ്മൾ നോഡ് ആപ്പ് റൺ ചെയ്യുന്നത് അവിടെയുള്ള എറർ ചെക്ക് ചെയ്യണം. ഇൻവാലിഡ് ആർഗ്യുമെന്റ് ടൈപ്പ് റിസീവ്ഡ് ഇൻസ്റ്റൻസ് ഓഫ് URL. ഓക്കെ, നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഒരു എൻ്റെ URL ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അങ്ങനെ റിട്ടേൺ ചെയ്യാൻ കഴിയില്ല. അതിന് പകരം നമ്മൾ പാർസ്ഡ് URL എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പാർസ്ഡ് URL നമുക്ക് സ്ട്രിങ്ങിഫൈ ചെയ്ത് നോക്കാം. ഒരു JSON സ്ട്രിങ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് JSON.stringify എന്ന് പറയുന്ന മെത്തേഡ്. JSON ക്യാപിറ്റൽ ലെറ്ററിലാണ് JSON.stringify. അപ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് JSON ഒബ്ജക്റ്റ് ഒരു സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒന്നുകൂടെ സെർവർ സ്റ്റോപ്പ് ചെയ്തിട്ട് റൺ ചെയ്യാം. ഓൾറെഡി സെർവർ സ്റ്റോപ്ഡ് ആണ്. അപ്പോൾ ഒന്ന് റൺ ചെയ്യുന്നുണ്ട്. റീഫ്രഷ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി പ്രോട്ടോകോൾ //null ഹോസ്റ്റ് പോർട്ട് ഹോസ്റ്റ് നെയിം ഹാഷ് സെർച്ച് ക്വറി പാത്ത് നെയിം പാത്ത് href. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പാത്ത് നെയിമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. കോൺസ്റ്റ് പാത്ത് ഈക്വൽ ടു പാർസ്ഡ് URL.path. ഇനി നമുക്ക് ഈ പാത്ത് ജസ്റ്റ് റിട്ടേൺ ചെയ്യാം. ഇപ്പോൾ ഏതാണോ നമ്മൾ പാത്ത് കൊടുക്കുന്നത് അതിനനുസരിച്ച് ആ പാത്ത് ജസ്റ്റ് പ്രിന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ പാത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അടുത്തൊന്നുള്ളത് നമുക്ക് ഓരോ പാത്തിനനുസരിച്ചാണ് നമുക്ക് റൗട്ടിങ് ചെയ്യേണ്ടത്. അതായത് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ പാത്താണ് യൂസർ പാസ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റിക്വസ്റ്റ് കൊടുക്കണം, റെസ്പോൺസ് കൊടുക്കണം. അതേപോലെ സ്റ്റാഫിൻ്റെതാണെങ്കിൽ സ്റ്റാഫിൻ്റെ റെസ്പോൺസ്, അക്കൗണ്ട്സ് ആണെങ്കിൽ അങ്ങനെ ഓരോ റൗട്ടിങ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം.